എല്ലാവർക്കും എൻസ്റ്റൈൻ ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കോട്ടമുറി കുറുപ്പന്തർ റൂട്ടിനിടയിലുള്ള വേദഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വേദഗിരി മലയെ പ്രശസ്തമാക്കുന്നത് പണ്ട് വേദവ്യാസ മഹർഷി തപസ്സിരുന്ന സ്ഥലം എന്ന പേരിലാണ്. അതുമാത്രമല്ല ഇപ്പോൾ വേദഗിരി മലയെ പ്രശസ്തമാക്കുന്നത് അതെന്താണെന്ന് നമുക്ക് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ 1-ാം വാർഡ് മെമ്പർ ജോജോ ആട്ടയിലിനോട് നമുക്ക് ചോദിച്ചറിയാം. അങ്ങനെ 2 വർഷത്തിന് ശേഷം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പർ നമ്മുടെ ജോജോ ആട്ടയിലിനെ വീണ്ടും വേദഗിരി മല വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. വേദഗിരി മലയെ ഒരു വനമാക്കി മാറ്റുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് ഒരു 2 വർഷം മുമ്പ് അദ്ദേഹം ഇവിടെ തുടങ്ങി. 2 വർഷത്തിന് ശേഷം ഇവിടെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു സ്വപ്നം ഏകദേശം ഫലപ്രാപ്തിയിലോട്ട് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ജോജോ ചേട്ടാ ഈ 2 വർഷത്തെ? 2 വർഷമെന്നല്ല, നമുക്ക് പറയാൻ കഴിയൊരു 4.5 വർഷത്തോളമായി ഇതിൻ്റെ പിന്നിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കാരണം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എൻ്റെ വാർഡാണ് വേദഗിരി മല ഉൾപ്പെടുന്ന 1-ാം വാർഡ്. അവിടെ സാമൂഹ്യ വികസന ഒരു പ്രധാനപ്പെട്ട ഒരു അഴിഞ്ഞാട്ട കേന്ദ്രമായിരുന്ന സ്ഥലത്ത് ഉപയോഗശൂന്യമായ ഈ വൃക്ഷച്ചെടികളൊക്കെ കാണുന്ന സ്ഥലത്ത് ഒരു വരും തലമുറയ്ക്ക് വേണ്ടി ഒരു വനം എന്ന എൻ്റെ ചെറുപ്പത്തിലുള്ള സ്വപ്നം ചെറുപ്പം തൊട്ട് നമ്മൾ മനസ്സിൽ പത്രങ്ങളിലൂടെയും നാട്ടിൻപുറം പോലെയുള്ള ആകാശവാണിയിലും ദൂരദർശനിലും മറ്റും കേൾക്കുന്ന ആ ഒരു മനസ്സിൽ പറഞ്ഞ ആശയത്തെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. കാരണം 4.5 വർഷം എത്തിയപ്പോൾ നമുക്ക് കാണാൻ ധാരാളം ആൾക്കാർ ഇവിടെ എത്തുന്നു, ഇവിടെ വന്ന് സമയം ചെലവഴിക്കുന്നു. പത്രമാധ്യമങ്ങളിലൂടെയും യൂട്യൂബിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും വേദഗിരി മലയെക്കുറിച്ച് ഇത്രയേക്കാൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനും ഇവിടെ വന്ന് ശാന്തത അനുഭവിക്കാനും സാധിച്ചു. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത്രയധികം മരങ്ങൾ നമ്മുടെ സ്വന്തം മുറ്റത്ത് വെക്കുന്നതിനേക്കഴിഞ്ഞ് ഉപരി പൊതുസ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ്. തീർച്ചയായും നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ വനം കാണണമെങ്കിൽ നമ്മൾ ഇടുക്കി മേഖലയിലോട്ട് അവിടെയൊക്കെ പോകണം. പക്ഷേ ഇനി വരും തലമുറയ്ക്ക് ഒരു വനത്തിലോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈസിയായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ വലയിലോട്ട് വരാനൊക്കെ സാധിക്കും. തീർച്ചയായിട്ടും എന്തായിരുന്നു ഇപ്പോൾ ആൾക്കാരുടെ സഹകരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രദേശവാസികളുടെ നല്ല സഹകരണമാണ്. പ്രത്യേകിച്ച് ഈ മലയോട് സമീപപ്രദേശത്ത് താമസിക്കുന്ന വിശ്വാസികളായ ആൾക്കാർ ധാരാളം പേരുണ്ട്. കാരണം ഇവിടെ എല്ലാ മലയാള മാസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നു. ഇവിടെ ഈ മലയെ സംരക്ഷിക്കുന്ന വേദവ്യാസ സംരക്ഷണ സമിതിയിലെ സുമാനുചരനെ പോലെയുള്ള നിരവധി പേര് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകുന്നു. ആദ്യകാലങ്ങളിലൊക്കെ നമുക്കിവിടെ സാമൂഹ്യ വികസനത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടമുണ്ടായിരുന്നു. ധാരാളം ചെടികളെയും മരങ്ങളെയൊക്കെ അവർ നശിപ്പിച്ചു. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള ജനപങ്കാളിത്തം വന്നതോടുകൂടി ശല്യങ്ങൾ കുറഞ്ഞു. പിന്നെ പോലീസുകാരും ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഇടപെടലുകൾ ഇവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്വപ്നം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരം വൃക്ഷങ്ങളാണ് ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്? ഈ 4 ഏക്കർ സ്ഥലത്ത് 3 തരത്തിലാണ് ഞങ്ങളതിനെ വിഭാവനം ചെയ്തത്. എൻ്റെ മനസ്സിൽ വന്നത് കുറച്ച് ഒന്ന് ഫലവൃക്ഷങ്ങൾ. ഇതിനകത്ത് കൂടുതലും മാവുണ്ട്, പ്ലാവുണ്ട്, പേരയുണ്ട്, ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. പല വിധത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന. രണ്ടാമതായി നട്ടത് ആയുർവേദ വൃക്ഷങ്ങളാണ്. പ്രത്യേകിച്ച് ആര്യവേപ്പ്, അത്തി, ഇന്നിപ്പോൾ കാഞ്ഞിരം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഔഷധ മരങ്ങൾ ഇവിടെ നടുകയുണ്ടായി. പിന്നെ ധാരാളം കാട്ടുമരങ്ങൾ, അതായത് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ കാണപ്പെടാത്ത നിരവധി നാങ്ക്, കമ്പകം പോലെയുള്ള കോട്ടയം സോഷ്യൽ ഫോറസ്റ്റിയുടെ സഹകരണത്തോടുകൂടി അന്ന് കോട്ടയത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഒപ്പഞ്ചി പ്രസാദ് സാറിൻ്റെയൊക്കെ സഹകരണം ഉണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടുന്ന് വിരമിച്ച ബഹുമാനപ്പെട്ട മുൻ PSCF താജു സാർ കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പൂർണ്ണ സഹകരണം, അതോടൊപ്പം തന്നെ നാസർ സാറ്, ഇങ്ങനെയുള്ള സഹകരണം കിട്ടിയതുകൊണ്ട് കാട്ടുകളിൽ കണ്ടുവരുന്ന മൂട്ടിപ്പഴം പോലെയുള്ള മരങ്ങൾ ഇവിടെ നടാൻ സാധിച്ചു. അതാണ് വളരെ വ്യത്യസ്തത എന്ന് പറയുന്നത്. മറ്റൊരു കാടിനെ അപേക്ഷിച്ച് ഫലവൃക്ഷങ്ങളെ, ആയുർവേദ മരങ്ങളെ, കാട്ടുമരങ്ങൾ, അതാണ് ഈ പറയുന്ന പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ ഇങ്ങനൊരു സംരംഭത്തിലോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും വീട്ടിൽ നിന്നൊക്കെ പല സമയത്തും മാറി നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം വീട്ടിൽ പോലും പോകാൻ നേരം കിട്ടാതെ സമയങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ അല്ലേ? അപ്പം വീട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ നിന്ന് ഉള്ള സപ്പോർട്ടാണ് നമുക്ക് ഇത് ഇത്രയും ഭംഗിയാകാൻ സാധിച്ചത്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ട ചില ഘടകമാണ്. കാരണം ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ വലിയ പള്ളം പിടിച്ച് കയറുന്ന സ്ഥലത്ത് JCBകൾ കൊണ്ട് തുടങ്ങിയപ്പോൾ ഇതൊന്ന് പ്രദേശമായിട്ട് പള്ളം തെളിച്ചെടുക്കുന്നതിന് തന്നെ 60,000 രൂപ അന്ന് ചിലവായി. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിനോടുള്ള ഈ പ്രവൃത്തിയോടുള്ള നമ്മുടെ ഒരു സന്തോഷം കൊണ്ട് ഇതെല്ലാം കയ്യിൽ. അതിനുശേഷം വൃക്ഷത്തൈകൾ, പിന്നെ അത് പരിപാലനം, അതിനകത്ത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയൊരു ഗുണം എന്നാന്ന് വെച്ചാൽ തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പണി കൊടുക്കാൻ സാധിച്ചു. ഏതാനും ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഞങ്ങൾ ഒരു 32,000 രൂപയോളം മുടക്കി പ്രദേശവാസിയായ പ്രമുഖ കർഷകനും പൊതുപ്രവർത്തകനുമായ ശ്രീനിവാസൻ നെടുന്തൊട്ടിയാണ്. ശ്രീനിച്ചനോടൊപ്പം നമ്മൾ ഒന്നി ചേർന്ന് വളരെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്നോടൊപ്പം ഇവിടെ സഹകരിക്കുന്നതാണ്. ഞങ്ങളിവിടെ നന്നായിട്ട് പക്ഷേ പുല്ലൊക്കെ വെട്ടി ഭംഗിയാക്കിയില്ല. പക്ഷേ ഇപ്പം ഈ മെയ്, ജൂൺ, ജൂലൈ മാസത്തിലെ മഴയാണ് ഇപ്പോൾ ഇവിടെ പുല്ല് വളർന്ന് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ വലിയ ഇത് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ്
നമ്മുടെ പ്രമുഖ ഭക്ഷ്യവൈദ്യൻ എന്നറിയപ്പെടുന്ന കോട്ടയത്ത് അറിയപ്പെടുന്ന ബിനുസാറിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും മാനസികമായിട്ടും എല്ലാ വിധത്തിലും അദ്ദേഹം നമ്മളെ ഈ പ്രവൃത്തി മുന്നോട്ട് പോകാൻ വേണ്ടി യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും കൂടിയാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്നുള്ള ഇപ്പോൾ ചോദിച്ചല്ലോ, ഭാര്യ കോട്ടയം മെഡിക്കൽ കോളേജ് നേഴ്സാണ്, 4 മക്കളാണ്. എൻ്റെ മാതാപിതാക്കന്മാർ ഇവരുടെയൊക്കെ നല്ല പൂർണ്ണ സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് സമയവും കുടുംബത്തും ഇതിനു വേണ്ടിയൊക്കെ ചിലവഴിക്കുന്നതിനാരും ഒരു പരാതി പറയാത്തതും അതിനൊക്കെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട്. അവരും ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവരും നല്ലൊരു പ്രകൃതി സ്നേഹിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികൾ കാണുന്നു, അവരിലൂടെ പല കുട്ടികൾ അറിയുന്നു, പല ജനപ്രതിനിധികൾക്കും ഇതൊരു പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷനായി മാറുകയാണ്. കാരണം അവരുടെ വിവിധ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വനമിത്ര അവാർഡ് ലഭിച്ചതിന് ശേഷം നമ്മളോട് പറയുകയുണ്ടായി, അവർക്ക് പോലും പല പഞ്ചായത്തുകളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, മിച്ച ഭൂമികളുണ്ട്, അവിടെയൊക്കെ ഈ പരിസ്ഥിതി ദിനത്തിനായിട്ടും മറ്റവസരങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് തണലേകുവാനും പക്ഷികൾക്കും വരും തലമുറയ്ക്കും വേണ്ടി ചെയ്യാനും ഒരു പ്രോത്സാഹനം കിട്ടിയെന്ന കാരണം വളരെ സന്തോഷം തോന്നി. എന്തായാലും ഇത് തീർച്ചയായിട്ടും ഭയങ്കര അഭിനന്ദനം അർഹിക്കേണ്ട കാര്യം തന്നെ. കാരണം വെച്ചാൽ സാധാരണ നമ്മൾ പിന്നെ ഈ പരിസ്ഥിതി ദിനത്തിന് നമ്മളൊരു മരം വെച്ചിടിപ്പിച്ചിട്ട് അതുപോലും നമ്മളെ കൊണ്ടൊന്നും പരിപാലിക്കാൻ പറ്റുന്നില്ല. അന്നേരമാണ് ഇവിടെ ബേവേരിമലയിൽ ഈ 4.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇത്രയധികം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ താരെ കാര്യമല്ല. അത് നമ്മളൊക്കെ ഈ കാട് വെച്ച് പിടിപ്പിക്കുക, കാട് എന്ന പദ്ധതി വളരെ എളുപ്പമാണ്. പൂന്തോട്ട നിർമ്മാണമാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഏറ്റുമാനൂർ ബസ് ബയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഏറ്റുമാനൂർ TTIയുടെ ഫ്രണ്ടിൽ ഒരു കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത അവിടുത്തെ പല ആൾക്കാർ സൂചിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അവിടുത്തെ മുൻ പ്രിൻസിപ്പൽ MLT ജയകുമാർ സാറ് നമ്മുടെ അതിരമ്പുഴ 1-ാം വാർഡിലാണ് താമസിക്കുന്നത്. കാരണം നല്ല മനസ്സ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം ചില നമ്മളെ സഹായിച്ചു. അവിടെ ഞങ്ങൾ ചെടികൾ വെച്ച് കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു രീതി അനുസരിച്ച് മഴയും വെയിലും വരുമ്പോഴത്തേക്കും വളരെ കയറുകയാണ്. പക്ഷേ ഞങ്ങളൊരു ഓർമ്മയായിട്ട് 2 മരങ്ങൾ വെച്ച് കൊടുത്തിട്ട് അന്നത്തെ ആ ചടങ്ങിൽ കഴിഞ്ഞ വർഷം ജൂൺ മാസം ഒരു പേരയും ഒരു മാവും ഒരു മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ മരമൊക്കെ വെച്ച് അന്ന് നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുള്ളവരൊക്കെ വന്ന്. പക്ഷേ ചെടികൾ വെച്ച് പിടിപ്പിച്ചത് ഈ നിർവാഹത്തിൽ പുല്ലും ചെടിയും നമുക്ക് പരിപാലനം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെടി വന്നില്ലെങ്കിലും മരം അവിടെ കിളുത്ത് വരുന്നുണ്ട്. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ നിരവധി സ്ഥലത്ത് കേട്ടോ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറയും. ഈ 5 വർഷത്തെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മെമ്പർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയത് ഈ ഒരു സംരംഭമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പഞ്ചായത്ത് മെമ്പർ എന്ന ആ ഒരു ജനസേവകൻ്റെ പ്രവർത്തനം സാധിച്ചു. അതിന് നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ അവാർഡ് തന്നെ ലഭിച്ചിട്ടുണ്ടായി, വനമിത്ര അവാർഡ് 2022-23 സാധിച്ചു. അതെന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ കാര്യമാണ്. അതുപോലെ സംതൃപ്തിയാണ്. അത് കാരണം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രമാണല്ലോ ഇന്ന് ഇത്രയും ഉള്ള സ്ഥലത്ത് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ തൊട്ട് താഴെയുള്ള വളരെ പുണ്യം എന്നറിയപ്പെടുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വേദഗിരി കുളത്തിനോട് ചേർന്നുള്ള ആ ക്ഷേത്രത്തിന് 3.5 ഏക്കർ ചുറ്റളവിൽ കഴിഞ്ഞ ജൂൺ മാസം അതിൻ്റെ ക്ഷേത്ര ട്രസ്റ്റിയായ ബഹുമാനപ്പെട്ട സനലിനോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാവ്, പ്ലാവ് അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ ധാരാളം ആ പ്രദേശത്ത് കഴിഞ്ഞ ജൂൺ 1 കാണാൻ സാധിക്കും. ഇത് വളരെ ഇതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് മലമുഖയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുന്നതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റുമാനൂർ പോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ നിരവധി ആൾക്കാർ കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം അവിടങ്ങളിൽ മരങ്ങൾ നടാൻ സാധിച്ചു. നമ്മുടെ വാർഡിൽ താമസിക്കുന്ന നിരവധി ആൾക്കാർക്ക് വൃക്ഷത്തൈവ് കൂടാൻ നിരവധി പേർക്ക് ഇതൊരു പ്രചോദനമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഒരു വൃക്ഷത്തൈ കൊടുക്കണം എന്നുള്ള ഒരു മനസ്സിലേക്ക് പോകാൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ അതിലുപരി ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയിൽ വരും തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? വരും തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. വ്യക്തിശുചിത്വം നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ വീടുകളിൽ ചെയ്യുന്നുണ്ട്. വ്യക്തിശുചിത്വത്തോടെ തന്നെ പ്രാധാന്യത്തോടു കൂടിയാണ് പരിസര ശുചിത്വം. നമ്മുടെ പൊതുജലാശയങ്ങൾ, നമ്മുടെ പ്രദേശത്തുള്ള തോടുകൾ ഇവയെ സംരക്ഷിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളിൽ അവർ കഴിച്ച മുട്ടായി കടലാസുകൾ പോലും വലിച്ചെറിയാതെ ബാഗുകൾ സൂക്ഷിച്ച് പഞ്ചായത്ത് ഹരിതകർമ്മ സേനയിലേക്ക് കൊടുക്കുക. അങ്ങനെ ഒരു വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടം വളരെ ഭംഗിയാവും. വരും തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെയധികം ഇന്ന് നമ്മളെ പരിമിതമായ സ്ഥലപരിമിതിയിൽ അധികം പൊക്കം വെക്കാത്ത വളരെ ചെറിയ ഫലം നൽകുന്ന 1-2 വർഷങ്ങൾ കൊണ്ട് ഫലം കിട്ടുന്ന മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പക്ഷികൾക്കും മനുഷ്യർക്കും
മൃഗങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാം. നമുക്ക് നമ്മുടെ പൂർവികരായിട്ട് നമ്മൾക്ക് കൈമാറിയ ഈ ഭൂമി സുധുമ ടീച്ചർ അമ്മയുടെ നല്ല വാക്കുകളെയൊക്കെ ഓർത്തുകൊണ്ട് ഇനിയും മരിക്കാത്ത ഭൂമിക്ക് വേണ്ടി നമുക്ക് ധാരാളം സംഭാവനകൾ ഇന്നത്തെ കുട്ടികൾ ചെയ്യാൻ സാധിക്കും. ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അന്തരീക്ഷ മലിനീകരണമൊക്കെ പല രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേശത്ത് നമ്മളെക്കൊണ്ട് ആകാവുന്ന രീതിയിൽ പരിസ്ഥിതിയെയും നമ്മുടെ ജലാശയങ്ങളെ നശിപ്പിക്കാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് വരും തലമുറയോട് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.